പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവാസിയുടെയും അവരുടെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ വലിയ ഹാപ്പിയാണ്, വലിയ സന്തോഷമാണ്. പക്ഷെ ആ ചിരിയുടെ പിന്നിൽ ഒളിപ്പിച്ചു വെക്കുന്ന സങ്കടങ്ങളും ആങ്സൈറ്റികളും ഡിപ്രഷനും പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഒരു പ്രവാസി അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട മെന്റൽ ഇഷ്യൂസുകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ പ്രവാസി സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാര്യം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ലോൺലിനെസ് എന്നതാണ്, ഒറ്റപ്പെടൽ. ദൂര രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ പൊതുവെ ഒറ്റപ്പെടുക എന്ന വലിയൊരു മനോഭാവത്തിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ കൂടെ ജോലിക്കാരോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും പ്രവാസികൾ പറയുന്ന ഒരു കാര്യമാണ് ഇതൊരു തുറന്ന ജയിലാണ് എന്നത്. അത് പതിയെ പതിയെ ഒരു ഭയമായും അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയായും ഡിപ്രഷനായും ഞാൻ ഒറ്റക്കാണ് എന്നൊരു തോന്നലിലും എത്തിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം പ്രഷർ എന്നതാണ്. നാട്ടിൽ നിന്ന് കുടുംബക്കാർ അവർ നൽകുന്ന പ്രഷർ, വർക്ക് പ്രഷർ തുടങ്ങി നിരന്തരമായ സമ്മർദ്ദങ്ങൾ എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ പോലും ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് കോള് വന്ന് ഇവിടെ ഉള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്ന ആവശ്യത്തിനും അനാവശ്യത്തിനും സമ്മർദ്ദപ്പെടുത്തുകയും അങ്ങനെ അവനൊരു പ്രഷറിലാവുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നടക്കുന്ന വഴക്കുകൾ, നാട്ടിലുള്ള കലാപങ്ങൾ, പ്രശ്നങ്ങൾ തുടങ്ങിയവെല്ലാം ഇവന്റെ മൈൻഡിനെ, ഈ പ്രവാസിയുടെ മൈൻഡിനെ വല്ലാതെ അസ്വസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ കുടുംബം എന്ന് പറയുമ്പോൾ നമുക്ക് ജോലി സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വരുന്ന സംഘർഷങ്ങൾ അത് ഇറക്കി വെക്കാനുള്ള ഒരു ഇടമാണ് കുടുംബങ്ങൾ. പക്ഷേ അത്തരമൊരു സാഹചര്യം പലർക്കും, പ്രവാസികൾ ചെറിയൊരു ശതമാനം മാത്രമാണ് കുടുംബത്തിനോടൊപ്പം താമസിക്കുന്നത്. അപ്പോഴും അവർക്ക് ആ കുടുംബമില്ലാതെ ജീവിക്കുമ്പോൾ വലിയൊരു സംഘർഷാവസ്ഥ നേരിടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മിസ്സിംഗ് ആയിട്ടുള്ള, അവന് മിസ് ചെയ്യപ്പെടുന്ന നാട്ടിലെ അനുഭവങ്ങൾ. അതിൽ നമ്മൾ പറയുമ്പോൾ കുട്ടികൾ വളർന്നു വരികയാണ്, പക്ഷെ അവരുടെ വളർച്ച കാണാൻ പിതാക്കന്മാർക്ക് സാധിക്കുന്നില്ല. അവരുടെ ബർത്ത്ഡേ ആവട്ടെ, അവരുടെ സ്കൂളിലെ വിജയങ്ങളാവട്ടെ, പാരൻസിന് ഏജ് ആവുന്നു, അവരെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല. നാട്ടിൽ മരണങ്ങൾ സംഭവിക്കുന്നു, അവരെ അവസാനമായി കാണാൻ കഴിയുന്നില്ല. പല ബന്ധപ്പെട്ട ആളുടെയും വിവാഹങ്ങൾ, പുതിയ വീടുകൾ തുടങ്ങി പല പല സാഹചര്യങ്ങളും ഒറ്റപ്പെടുമ്പോൾ അവന് ഇത്തരം അമൂല്യമായ നിമിഷങ്ങൾ ഞാൻ ഉണ്ടാവേണ്ടതാണ്, അവിടെ പോലും എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ ഒരു മനസ്സിന്റെ വേദനകൾക്കപ്പുറം ഒരു വാല്യൂ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ റീൽസിന്റെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പലരും റീലുകൾ ഹൈലൈറ്റ്സ് ആവുകയും കംപ്ലീറ്റ് സ്റ്റോറികൾ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് എന്താണ്, എല്ലാവരും സന്തോഷത്തിലാണ്, ഞാൻ മാത്രം ദുഃഖത്തിലാണ് എന്നതാണ്. ഇത്തരം ഒരുപാട് പ്രയാസങ്ങൾ, ഏറ്റവും വലിയൊരു പ്രയാസം എന്നത് ഇത്തരം മാനസികമായ സംഘർഷങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തി, അത് പ്രവാസിയാകട്ടെ ആരാകട്ടെ, കൂടുതലും പുരുഷന്മാർ, അവർ അവരുടെ പ്രയാസം എന്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ആത്മസംഘർഷങ്ങൾ, ഡിഫിക്കൽട്ടി എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ പതിയെ പതിയെ അത് ഓവർ തിങ്കിങ്ങിലേക്കും സെൽഫ് ക്രിറ്റിസിസത്തിലേക്കും ഗിൽട്ടിലേക്കും വഴിമാറിപ്പോവുകയും പ്രൊഡക്ടിവിറ്റി ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുകയും പിന്നെ അതിനുശേഷം അഡിക്ഷനിലേക്കാണ് എത്തിയത്. ഇത് മൊബൈൽ അഡിക്ഷൻ ആകട്ടെ, ഡ്രഗ്സുകളാവട്ടെ തുടങ്ങിയ അഡിക്ഷനിലേക്ക് പോകും. അവസാനമായി ഞാൻ പറയും, എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടേണ്ടത് എന്നതാണ്. ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ ആ വഴികളിലേക്ക് പോവാനുള്ള, ആ സ്റ്റെപ്പുകൾ എടുക്കാനുള്ള ഒരു പ്രയത്നം പലപ്പോഴും ഉണ്ടാവാറില്ല എന്നതാണ് സങ്കടം. ഒന്നാമതായി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പികൾ ചെയ്യാം, വിവിധങ്ങളായ തെറാപ്പികളുണ്ട്, മെഡിറ്റേഷൻസുകൾ ചെയ്യാം. നമ്മുടെ ആത്മീയമായി നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ ഒരളവ് വരെ നമുക്ക് വലിയൊരു ഞാൻ ഒറ്റയ്ക്കല്ല, അള്ളാഹു കൂടെയുണ്ട് എന്നൊരു വലിയൊരു ഫീലിങ്സിലേക്ക് എത്തിച്ചേരാൻ കഴിയും. മറ്റൊന്നാണ് എക്സസൈസ് എന്നത്. വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ബോഡിക്ക് മാത്രമല്ല, മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഹാപ്പി ഹോർമോണുകൾ പ്രൊഡ്യൂസ് ആവാൻ എക്സസൈസ് ഉപകരിക്കുമെന്നതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ റിലേഷൻഷിപ്പ്, ആരാണെങ്കിലും ബന്ധങ്ങൾ മുറുകെ പിടിക്കുക. ഫ്രണ്ട്സ് സർക്കിളുകൾ, അതേപോലെ തന്നെ നാട്ടിലാണെങ്കിൽ ഫോണിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ ഓരോ ആളുകളുമായിട്ട് കണക്ഷൻ കൂടുതലാക്കുമ്പോൾ നമുക്ക് അത് വലിയൊരു അസറ്റായി, വലിയൊരു ഊർജമായി മുന്നോട്ടുള്ള യാത്രയിൽ ലഭിക്കും. എല്ലാവർക്കും സുന്ദരമായ ദിനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.